കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നോ അല്ലെങ്കിൽ പീരിയഡ്സ് ആണോ വരാൻ പോകുന്നതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന സയൻറ്റിഫിക് പ്രൂഫോട് കൂടിയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ശരീരത്തിൽ മാറ്റം വരുന്നത്, നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നോ അല്ലെങ്കിൽ പീരിയഡ്സ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ ചാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. നമ്മുടെ ശരീര താപനില വെച്ചിട്ട് നമ്മുടെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഐഡിലായിട്ടിരിക്കുന്ന നമ്മളുടെ ശരീരത്തിൻ്റെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ താപനില വെച്ചിട്ടാണ് ഈ ഒരു ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ടൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ആണോ വരാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരുപാട് ഇപ്പോൾ പീരിയഡ്സ് ആണോ വരാൻ പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓവറായിട്ടൊന്നും ടെൻഷൻ ആകാതെ അടുത്തൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകാനായിട്ട് ഇരിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നതിന് 2 ദിവസം മുൻപ് മാത്രമേ പീരിയഡ്സ് ആണോ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആകാതെ നിങ്ങൾ അടുത്തൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ബേസൽ ബോഡി ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഓവുലേഷൻ ലക്ഷണം ചാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടും വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു കാര്യം ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബുക്ക്, ഒരു ഡിജിറ്റൽ ടെമ്പറേച്ചർ നോക്കുന്ന ഒരു തെർമോമീറ്റർ, അതുപോലെ ഒരു പേന. ഇതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണ്ടത്. ഇത് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് സമയം എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം, നിങ്ങൾ കണ്ണ് തുറക്കുന്ന ആ ഒരു സമയത്തെ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് വേണ്ട എന്നാണെങ്കിൽ, ഓവുലേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ദിവസം മുതൽ അല്ലെങ്കിൽ എക്സാക്റ്റ് ഓവുലേഷൻ്റെ ആ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങളുടെ പീരിയഡ്സ് വരുന്ന ദിവസം വരെയുള്ള ടെമ്പറേച്ചറാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ നിങ്ങൾക്ക് 28 ദിവസമാണ് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നതെങ്കിൽ, സൈക്കിളിൻ്റെ ലെങ്ത് എങ്കിൽ 28 ദിവസത്തിൽ നിങ്ങൾ 14ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ 14ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 14ാമത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു ടെമ്പറേച്ചർ നോക്കുന്ന ഡിജിറ്റൽ തെർമോമീറ്ററും ഒരു ബുക്കും നിങ്ങൾ അടുത്തായിട്ട് വെക്കുക. നിങ്ങൾ കിടന്ന് കണ്ണ് തുറക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന ടെമ്പറേച്ചർ എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ, ഇപ്പോൾ വായിലാണെങ്കിൽ, നാക്കിനടിയിലാണെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർആർമിൻ്റെ പോർഷനിലാണെങ്കിൽ അവിടെ തെർമോമീറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടെമ്പറേച്ചർ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ദിവസവും ബുക്കിൽ നിങ്ങളുടെ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇംപ്ലാന്റേഷൻ എടുക്കുന്ന ദിവസം, ഓവുലേഷൻ നമുക്ക് 14th ഡേ ആണ് സംഭവിച്ചതെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിനകത്താണ്. അങ്ങനെയാകുമ്പോഴേക്കും 14ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ സംഭവിക്കുന്നതെങ്കിൽ 20ാമത്തെ ദിവസം മുതൽ 26ാമത്തെ ദിവസം വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ടൈം പീരീഡിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഹോർമോൺ, ഒരു ടെമ്പറേച്ചറിൻ്റെ ഡിപ്പ് ഫീൽ ചെയ്യും. ഡിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് പോക്കുമ്പോഴേക്കും എല്ലാം കൃത്യമായിട്ട് ഒരേ അക്കത്തിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ, അതായത് ഏകദേശം സിമിലർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ, ഈ ഒരു ഡിപ്പ് നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴേക്കും ആ ദിവസം ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടന്ന ദിവസം നിങ്ങളുടെ താപനില ഒന്ന് കുറയും. 1 ഡിഗ്രി സെൽഷ്യസ് ഒന്നും ടെമ്പറേച്ചർ കുറയില്ല. ഏകദേശം ഒരു എന്താ പറയുക, ഒരു 0.4 അല്ലെങ്കിൽ 0.6 ഒക്കെ ആയിരിക്കും ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. ദെൻ അതിനടുത്ത തൊട്ടടുത്ത ദിവസം നിങ്ങൾ ടെമ്പറേച്ചർ ചാർട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും എഗെയിൻ ഇത് പിന്നെയും കൂടിയിട്ടുണ്ടാകും. ടെമ്പറേച്ചർ ഹൈക്ക് പിന്നെയും നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒരു ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ സൂചനയായിരിക്കും. ഏകദേശം ഒരു 6 to 12 ഡേയ്സ് അകത്ത് നമ്മൾ ഇംപ്ലാന്റേഷൻ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ 8ാമത്തെയോ 9ാമത്തെയോ ദിവസമായിരിക്കും അല്ലെങ്കിൽ 10ാമത്തെയോ ദിവസമായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു താഴ്ച ടെമ്പറേച്ചറിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി പീരിയഡ്സ് ആണ് വരാൻ പോകുന്നതെങ്കിലും നമുക്ക് ഇങ്ങനൊരു വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.
ഒരു ടെമ്പറേച്ചറിന്റെ ഡ്രോപ്പ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകും. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒന്ന് ഡൗൺ ആയിട്ടാണ് നമുക്ക് അവിടെ പീരിയഡ്സ് വരുന്നത്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിന്റെ സിഗ്നൽ കൊടുക്കുകയാണ്, എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആയിട്ട് പീരിയഡ്സ് വന്നോളൂ എന്നുള്ളൊരു സിഗ്നൽ ശരീരം കൊടുക്കുകയാണ്. പ്രഗ്നൻസി അവിടെ ആയിട്ടില്ല എന്നുള്ളൊരു സിഗ്നലാണ് അവിടെ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്നത്. ആ സമയത്ത് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഡ്രോപ്പ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ ഒരു ഡൗൺ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിപ്പ് പീരിയഡ്സ് വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഡിപ്പ് ഉണ്ടാകുന്നത് എക്സ്പെക്റ്റഡ് ഡേറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ അതിനേക്കാളും ഒരു 2 ദിവസം മുൻപായിരിക്കും. അതായത് ഈ ഒരു കേസിൽ നമ്മൾ 28 ഡേയ്സ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഏകദേശം 28ാമത്തെ ദിവസമായിരിക്കും നമുക്ക് പീരിയഡ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഒരു 26ാമത്തെ ദിവസമായിരിക്കും ഈ ഒരു ടെമ്പറേച്ചറിൽ ഡിപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഗ്രാജുവലി നിങ്ങൾക്ക് ടെമ്പറേച്ചർ പിന്നെയും നേരത്തെ സംഭവിച്ചതുപോലെ ടെമ്പറേച്ചർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ആ കൂടിയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 2ാമത്തെ ദിവസം നിങ്ങൾക്ക് പീരിയഡ്സ് വരും. നോർമലി ആ ടെമ്പറേച്ചർ പിന്നെ അങ്ങോട്ട് പോകും. ഈ ഒരു വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ ചാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഓരോ മാസവും ശരീരത്തിലെ ഏതൊക്കെ രീതിക്കാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എടുക്കുന്ന ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും ഓവറായിട്ട് ടെൻഷൻ ആകാതിരിക്കുക. ഇതിനെ ആ ഒരു രീതിക്ക് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുക. കാരണം ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ ഒരു ടെൻഷനിലൂടെ പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ പ്രഗ്നൻസി കിട്ടില്ല. നിങ്ങൾ ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് അത്യാവശ്യം അറിയാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നെഗറ്റീവായി പോകുന്നുണ്ടെങ്കിൽ അത് പിന്നെയും നമുക്ക് ഒരു എന്താ പറയുക, ഒരു കോളിംഗ് ബെല്ലായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഉയർത്തെഴുന്നേക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്ത് നോക്കുക. അല്ലാത്തവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസൽ ബോഡി ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഒരു വാഷ്റൂമിൽ പോയി വന്നിട്ടോ അല്ലെങ്കിൽ കിടന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് നേരെ ഇരുന്നിട്ടോ ആയിരിക്കരുത് ഈ ഒരു ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ചില ആളുകൾ ടേബിളിൽ കൊണ്ടുവന്ന് ബുക്കും സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ ടേബിളിൽ നിന്ന് ആ ഒരു ബുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഹസ്ബൻഡിനെ എഴുന്നേപ്പിച്ചിട്ട് അദ്ദേഹത്തിനോട് എടുത്ത് പറഞ്ഞാലും നമ്മുടെ ബോഡിയിൽ ഒരു ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൃത്യമായിട്ട് കിട്ടില്ല. നിങ്ങളൊരു കിടക്കയുടെ ഒരു മാട്രസിൻ്റെ അറ്റത്താണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ആ ഒരു സൈഡിൽ തന്നെ ടേബിളിന് അടുത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ടോ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ വെക്കുക. നിങ്ങൾക്കൊരു ഫിസിക്കൽ എഫേർട്ടും എടുക്കേണ്ടാത്ത രീതിക്ക് വേണം നിങ്ങൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യാനായിട്ട്. നമ്മളൊന്ന് നേരെ നിന്നിട്ട് എടുക്കുമ്പോഴും ബാക്കിയുള്ള രീതിക്ക് എടുക്കുമ്പോഴും അതിന് വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ബേസൽ ബോഡി ടെമ്പറേച്ചർ നോക്കുമ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബേസൽ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ടത് ഡിജിറ്റൽ തെർമോമീറ്ററിലായിരിക്കണം. അതല്ലാതെ നമ്മൾ പണ്ടത്തെ തെർമോമീറ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ പോയിന്റും എല്ലാം കൃത്യമായിട്ട് അറിയുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് തരാനായിട്ട് കമൻസ് ഇടുന്നവരെ കൃത്യമായിട്ട് സൈക്കിൾ ലെങ്ത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ മാസവും ഏത് ദിവസമാണ് പീരീഡ് ആയതെന്നല്ല ചോദിക്കുന്നത്, എത്ര ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് ആയത് എന്നാണ് ചോദിക്കുന്നത്. അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.